വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്നും ചേരുന്നത്. വിപിൻ, ഈ കാട്ടാനകളുടെ ശല്യം ഒരു വശത്ത്, അതിൻ്റെ ഒരു ഭീതിയുണ്ട്, ഒപ്പം തന്നെ മഴ പ്രശ്നമാകുന്നുണ്ടോ അവിടെ? ഇന്നിപ്പോൾ എന്താണ് നിലവിലെ ഒരു കാലാവസ്ഥ? കൂടുതൽ വിവരങ്ങൾ. സ്മിത, റീജിത്ത്, മഴ മാറി നിൽക്കുന്നു എന്നൊരു കാലാവസ്ഥ കഴിഞ്ഞ 2 ദിവസമായി ജില്ലയിലില്ല. കാരണം ചെറുതും വലുതുമായി കനത്ത മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അല്പസമയം മുൻപ് ചെറിയ ശമനം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും മഴ ആരംഭിച്ചിരിക്കുകയാണ്. ഇതുതന്നെയാണ് കാലാവസ്ഥയും. അപ്പോൾ ഇവിടെയുള്ള പുഴകളൊക്കെ തന്നെ അതിലൊക്കെ ക്രമാതീതമായിട്ട് ജലനിരപ്പ് ഉയരുന്നു എന്നുള്ളതാണ് അവിടെ ഒരു ആശങ്കയുണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളം കയറാനുള്ളൊരു സാധ്യത കൂടുതലാണ്. പല ഭാഗങ്ങളിലും വെള്ളം കയറി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ക്യാമ്പിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ ബന്ധുവീടുകളിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം, ഒരു ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ റവന്യൂ വകുപ്പ് നൽകി കഴിഞ്ഞു. നിലമ്പൂർ മേഖലയിലാണ് കൂടുതൽ ഒരു ആശങ്കയുള്ളത്. കാരണം പല ഭാഗങ്ങളിലും നഗരത്തിലേക്ക് ഈ ജ്യോതിപ്പടി, ചന്തക്കുന്ന് പോലുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ അവിടെ ഒരു വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗതാഗതം പാടെ അവിടെ താറുമാറായ ഒരു സാഹചര്യമാണ്. ഒപ്പം ഈ ചാലിയാറിലാണ് ഏറ്റവും കൂടുതൽ കുത്തൊഴുക്കും വെള്ളം ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്നത്. ആ പ്രദേശത്തെ പുന്നപ്പുഴ ഉൾപ്പെടെയുള്ള എല്ലാം തന്നെ നിറയുമ്പോൾ അതൊക്കെ തന്നെ മലപ്പുറത്തെ കൂടി ബാധിക്കുന്ന ഒരവസ്ഥയാണ്. മലപ്പുറത്താണ് അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത് എന്ന് തന്നെ പറയാം. അത്രത്തോളം വെള്ളം കൂടി വരികയാണ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഇന്നലെ ഇപ്പോൾ ഒരാൾ കൊല്ലപ്പെടുന്നു. അതുണ്ടാവുന്നത് ഈ ചാലിയാറിൻ്റെ അക്കരെയാണ്. പക്ഷേ അവിടേക്ക് എത്താൻ പോലും കഴിയുന്നില്ല. ഇന്നലെ ഫയർഫോഴ്സിൻ്റെ ഡിങ്കി ബോട്ട് പോയത് മറിഞ്ഞിരുന്നു. ഇപ്പോൾ NDRFിൻ്റെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ആ മൃതദേഹം ഇക്കരയ്ക്ക് എത്തിച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ ആരംഭിക്കും. ഈ കുത്തൊഴുക്ക് ഇത്ര കൂടുന്നത് കൊണ്ട് തന്നെ എങ്ങനെ കൊണ്ടുവരും എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. മഴയാണെങ്കിൽ ഓരോ നേരവും കൂടി വരുന്നത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ആശങ്കയുണ്ട്. പൊന്നാനിയിൽ കടൽക്ഷോഭത്തിനുള്ള സാധ്യതയുണ്ട്. കാറ്റടിക്കുന്നുണ്ട് ഈ പൊന്നാനി മേഖലയിൽ. അതുകൊണ്ട് തന്നെ അവിടുത്തെ വൈദ്യുതി ബന്ധത്തെ സാരമായി ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ജില്ലയിലെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥാ അന്തരീക്ഷം. ശരി, വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം, തൃശ്ശൂരിൽ കനത്ത മഴയുണ്ട്. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ചാലക്കുടി പരിയാരം കമ്പളത്ത് വീടുകളിലേക്ക് വെള്ളം കയറി. അതുപോലെ തൃശ്ശൂർ നഗരത്തിലും ചെറിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന്. ജില്ലയിൽ നോക്കിയാലും ഇന്നലെ രാത്രി മുഴുവനും ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പല പ്രദേശങ്ങളിലും നല്ല മഴയുണ്ട്.